വെച്ചിട്ടുണ്ടായിരുന്നു. ഇത് വേറെ കാര്യം. ഇത് ഓരോ അപ്ഡേറ്റ് ഇങ്ങനെ ഞാൻ തൽക്കാലം എങ്ങോട്ടെങ്കിലും ഇറങ്ങാമെന്ന് പറഞ്ഞ് ചാടി പടച്ച് വട്ടം കൊണ്ടുപോയായിരുന്നു. എങ്ങോട്ട് ഇറങ്ങുമെന്നുള്ള കൺഫ്യൂഷന് നിൽക്കുന്നു. എൻ്റെ ഒരു അവസ്ഥ കാല പാടത്തിൽ അങ്ങോട്ട് ഇറങ്ങാൻ അവിടെ അധികം എനിമീസ് ഇറങ്ങാറുണ്ട്. പിന്നെ ഇപ്പുറത്ത് നല്ല സ്ഥലമായതുകൊണ്ട് ഇഷ്ടംപോലെ എനിമീസിനെ അടിച്ച് കില്ലെടുക്കാനും ബെറ്റർ ആയിരിക്കും. പക്ഷെ എനിമി നമ്മൾ ആദ്യം ഇറങ്ങണം കണ്ടിട്ടുണ്ടെങ്കിൽ സീനാവും. അതാണ് പ്രശ്നം. ചാർജ് ഇതെങ്ങനെ നല്ല ലൂട്ടൊക്കെയാണ് വരുന്നത്. ഈ സാധനം ഏതാണ് മറ്റേ ഇതിൽ കിട്ടുള്ളൂ. എൻ്റെ പേരെന്തോന്നൊക്കെ മറന്നുപോയി. ആ സാധനത്തിൻ്റെ പേരെന്തായിരുന്നു? അതെന്തെങ്കിലും ആട്ടെ. മറ്റേതില്ലേ നമുക്ക് ഇതുള്ളത് ആർസണലാണ് തുറക്കാനുള്ളത്. എൻ്റെ അമ്മ അവിടെ എനിമയുണ്ട് അതിൻ്റെ അകത്ത്. അയ്യോ തീർന്നു. കുഴപ്പമില്ല, അങ്ങോട്ടേക്ക് തന്നെ തിരിച്ചൊന്നും ഇറങ്ങാം. വേണ്ട വേണ്ട അവിടെ എങ്ങനെ സാധിക്കുന്നു വെച്ചു. ഇതെന്തോ അവിടെ ഞാൻ അവനെ കൊല്ലാൻ നോക്കിയതാണല്ലോ. എന്തോ പറ്റി. 18 മൈനസ് ആയിട്ടുണ്ട്. സമാധാനമായി ഗീസ്. കുഴപ്പമില്ല, ഒരു പ്രാവശ്യം കൂടി നമ്മൾ കളിക്കുമ്പോൾ ഇത് സ്ക്വാഡ് ഇറക്കി നോക്കാം. അപ്പം മിക്കവാറും ജയിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ഗീസ്. ലെറ്റ്സ് ഗോ ബ്രോ. It was a nightmare to be stuck on the island, but also a good dream too, kinda. You know, with her. സംഭവം ഞാൻ ടോപ്പ് ചെയ്യാൻ പോകണം. കോഡൊന്നും അടിച്ചിട്ട് ശരിയാവുന്നില്ലല്ലോ. അപ്പോൾ സടക്കി ഇങ്ങനെ നമ്മൾ കോഡ് അടിക്കുമ്പോൾ ഇടയ്ക്കിടയ്ക്കൊക്കെ പെട്ടെന്നാവാറുണ്ട് 30 സെക്കൻഡിന്. അതാണ് പറഞ്ഞത്. ഇനി രണ്ടും കാട്ടിട്ട് ഇറങ്ങി ഞാൻ എങ്ങോട്ടെങ്കിലും പഠിച്ചിട്ടുണ്ടാകുന്ന പറഞ്ഞിട്ട് നമ്മൾ ഒറ്റയാവുള്ളൂ. നമ്മൾ റോട്ടിലാണെങ്കിൽ ഇത് വെച്ച് ഭാഗ്യം കൃത്യൻ്റെ മുകളിൽ ഇറങ്ങാൻ പറ്റിയില്ല. അതേ മൊത്ത ഗണ്ണും കിട്ടി. നമ്മൾ കളി പൊളിക്കും കേസ്. സെറ്റാക്കാം. ഫാർമസ് കിട്ടി. എന്ത് പൊടി എന്തൊക്കെയാണോ ദൈവം. ലൂലു നോക്കുമ്പോൾ എന്തൊക്കെ ഒരു സാധനം. ഗരീന ആദ്യം തന്നെ ഒരു വീഡിയോ പഠിച്ചു വിട്ടായിരുന്നു. ആദ്യം അത് കണ്ടിട്ട് എന്നാന്ന് വെച്ചാൽ കാണിക്കായിരുന്നു. ഇതിപ്പോൾ ഒരു തേങ്ങയും മനസ്സിലാവുന്നുമില്ല. പിന്നെ നമ്മൾ പണ്ട് കോൺടാക്ട് ചെയ്തതുകൊണ്ട് ഇച്ചിരി ഡൗട്ടുണ്ട് കേസ്. എനിക്ക് അത്ര വലിയ ഇതില്ല കേസ്. ഇതില്ല. ഫാർമസ് നമ്മളവിടെ ഇട്ടിട്ടുണ്ട്. അവിടെ എനിമി ഇല്ലെന്ന് എഴുതുന്നു. ലെറ്റ്സ് ഗോ ബ്രോ.
എൻ്റെ മോനെ ഉള്ള എല്ലാ സാധനവും നമ്മൾ എടുക്കുന്നുണ്ട് പെറുക്കി. അവിടെ ഒരുത്തൻ മറ്റേ സാധനം കൊണ്ട് പൊട്ടിച്ച് വിട്ടിട്ടുണ്ടെന്ന് അറിഞ്ഞു. അവിടെ ഏതെങ്കിലും ഒരുത്തൻ enemy spotting here. അവിടെ എന്തൊരു സാധനം ഞാൻ കണ്ടു ഗൈസ്. എനിമി ഓപ്പണിൽ വരുവാണെങ്കിൽ അടിക്കാൻ ഇവിടെ എവിടെയെങ്കിലും ഒരു എനിമീനെ കാണണം. ഇനി വേണ്ടി കാത്തിരിക്കുകയാണ് ഗൈസ്. ഞാൻ ആവശ്യത്തിന് നന്നായിട്ട് മനസ്സടിച്ചിട്ടുണ്ട്. ഹീറോയ്ക്കില്ലേ ലൈറ്റ് ഹീറോയ്ക്ക് അടിക്കാമെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമായിരുന്നു ഗൈസ്. ഞാനില്ലാത്തപ്പോഴും നിങ്ങൾ ഇത്രയ്ക്ക് സപ്പോർട്ടൊക്കെ ചെയ്യുന്നുണ്ടല്ലോ. എല്ലാവർക്കും വെരി താങ്ക്സ് ഗൈസ്. ചെയ്തു താങ്ക്സ് പറയുന്നൊരു വീഡിയോയും കൂടിയാണ്. എൻ്റെ ഇമോട്ടുണ്ടല്ലോ അല്ലേ, ഞാൻ പെട്ടെന്ന് നോക്കിപ്പോയി ഒറ്റ ഒരു ഇമോട്ടില്ല ടോപ്പപ്പ് എടുത്ത് പോലും. അതാണ് ഗൈസ്. ലെറ്റ്സ് ഡു ഇറ്റ്. എൻ്റെ മണ്ടേ കയറി ക്യാമ്പിങ് ചെയ്ത് നിൽക്കാം. ആ പെട്രോൾ പമ്പിൻ്റെ അവിടെ ആവശ്യത്തിന് നല്ലോണം എനിമി വരുന്ന സ്ഥലമാണ്. അവിടെ ഏത് എനിമിയുള്ളത്? ആരെങ്കിലും ഉണ്ടോടെ? ആരെങ്കിലും ഉണ്ടോ? സാരും ഇല്ല കേട്ടോ അവിടെ. ഞാൻ ചാടിയതിൻ്റെ ആ പ്രഷറിലല്ലേ എനിക്ക് ഡാമേജ് വന്നേ. അങ്ങോട്ടേക്ക് ഒരുത്തൻ അടച്ചിട്ട് ഇറങ്ങുന്നുണ്ട്. എന്നാൽ അവനെ അങ്ങ് കില്ല് കൺഫേം ചെയ്യാന്ന് പറഞ്ഞിട്ട് നമുക്ക് നേരെ താഴത്തേക്ക് ചെല്ലണം. ഇവിടെ ഒരുത്തനും കാണുന്നില്ലല്ലോ. ഒരു ടീം ക്യാൻസൽ ആയിട്ടുണ്ട്. കണ്ടു അവനവിടെ ഉണ്ട്. അവിടെ നിന്ന് റൂട്ട് പെറുക്കിക്കൊണ്ടിരിക്കുന്ന തിരക്കിലാണ്. യൂണൈൻ്റെ ഒരു പടത്ത് ഇടുവാണെങ്കിൽ പിന്നെ അല്ല ചോട്ടാ ക്യാരക്ടർ നല്ല ഉപയോഗം. ഇതെന്തുപാട് ഇതിന് ഇത്ര വലിയൊരു പവർ പോലും. ചുമ്മാ ഒരു രസത്തിന് നമ്മൾ പരാഫിൽ എടുത്തിട്ടുണ്ട് ഗൈസ്. അതിന് പകരമായി പരാഫിൽ കിട്ടി. പെട്ടെന്നൊരു ഹാർട്ട് അറ്റാക്ക് ഒഴിവായി. ഇവിടെ ഈ കണ്ണ് വന്നോ? ഇവിടെ ഈ കണ്ണ് OB50 എന്ന് വരുന്നത്. സെറ്റ് കണ്ണാണ്. പെടച്ചൊന്നും അതൊന്ന് തിരിച്ച് നമുക്ക് റിവൈവ് അടിച്ച് വരാം. അവനും അതേ കണ്ണായിരുന്നു. നേഴ്സിന് പോയി അങ്ങോട്ട് എന്നിട്ട് അവിടെ കിടന്ന് നമുക്ക് ലൂട്ടടിച്ചിട്ട് നമുക്ക് പോവാം. ആണ് നമ്മുടെ പണിമാടി. ഏത് മൂഡ്? അത്ര മൂഡ്. നൈസിനെ ഇങ്ങോട്ടേക്ക് തല ചാച്ച് വെച്ചിട്ടുണ്ട് നമുക്ക് ചെയ്യാം. ആ സാധനത്തിൽ ഈ എല്ലാ സാധനവും ഉണ്ട് ഇതിനകത്ത്. ഓരോരുത്തന്മാരായിട്ടല്ലേ എലിമിനേറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. 3 കില്ലെടുത്തിട്ടുണ്ട് നമ്മൾ മാക്സിമം. ഈ സ്പീഡൊക്കെ ഉണ്ടെന്നാണ്. ഈ വഴി ഓരോരുത്തന്മാരും ഒന്ന് ഇറങ്ങുന്നുണ്ടാവും. വരുന്നുണ്ട്, ഒരുത്തൻ വരുന്നുണ്ട്.
വിരുന്നുകാരെ വന്നാട്ടെ. നമുക്ക് ആ സംഭവം ഉണ്ടല്ലോ അല്ലേ. നമ്മളിങ്ങോട്ടേക്ക് നൈസിന് ചാഞ്ഞ് വന്നിരുന്നിട്ടുണ്ട്. എന്നെ നമ്മൾ കണ്ടുപിടിക്കായിരുന്നു കേട്ടോ. ഇനി ഇവന്റെ ദേഹത്ത് കയറായിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ ഈ ഗ്ലൂവാളൊന്ന് പിടിച്ചോളയാം. ആവശ്യം വരുമ്പോൾ എടുത്താൽ പോകും. നമ്മളിവിടെ ഇങ്ങനെ ക്യാമ്പ് ചെയ്തൊന്നും ഒരുത്തന്മാർ നമ്മൾ അറിയില്ലല്ലോ. ഈ സ്ഥലം ബെസ്റ്റാണ്. എനിക്ക് ഇവിടെ വന്നപ്പോൾ ഈ സ്ഥലം ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. വല്ലാണ്ട് ഈ മാപ്പിനോടൊരു പ്രേമമുണ്ട്. 5 കില്ലെടുത്തിട്ട് നമ്മൾ സാധാരണ ആണ്. അതിട്ട് മീഡിയിട്ടിട്ടില്ല. അതാണ് ആവശ്യത്തിന് ബുള്ളറ്റും കയ്യിലൊക്കെ കളക്ട് ചെയ്ത് വെച്ചേക്കാം. ബുള്ളറ്റ് എന്തിനാ നമ്മൾ വന്ന ഇനിമയല്ല. അപ്പം നമ്മൾ തന്നെ ലൂട്ടെടുക്കും. ഈ വഴി വന്ന് ലൂട്ടെടുക്കാം. വേണ്ട, മറ്റേ ലൂട്ടെടുക്കാം. പക്ഷെ എൻ്റെ മോനെ ഇവിടെ എത്ര ആവശ്യമില്ലേ ഇവർക്കുള്ള. എനിക്ക് ഇത് മതി. നൈസ്. നല്ലതായിട്ട് ബുള്ളറ്റ് എടുക്കണം. ബുള്ളറ്റ് എനിക്കൊരു സാധനം അറിയില്ല. ഇവിടെ പുതിയ ഗണ്ണ് വന്നു, പുതിയ സാധനങ്ങൾ വന്നു. എനിക്ക് ഒരു സാധനം മനസ്സിലാവുന്നുമില്ല. എന്തുകൂടെ നടക്കണേ. OB50 അതിന് വന്നോ? ഇത് ചാർജ് ബൂസ്റ്ററൊക്കെ ഇവിടെ കിടക്കണം. ഞാനിത് എനിക്കറിയാൻ പാടാട്ടോ. നമുക്ക് ഇവിടെ നൈസിനെ കിടക്കാം ഗൈസ്. ഇപ്പോൾ എനിമീസ് വരുമ്പോഴും അവന്മാരറിയില്ല. പക്ഷെ നമ്മളിവിടെ കിടക്കുന്നുണ്ടെന്ന് നമുക്കറിയാം. അപ്പോൾ മനസ്സിലായോ ഗൈസ് എൻ്റെ ബുദ്ധി? ഇതെന്തൊരു റൊട്ടേറ്റ് പോകാത്തൊരു സാധനം. പക്ഷെ അതിൻ്റെ അകത്ത് എനിമയെല്ലാം ഉണ്ടോ? പക്ഷേ ഈ ഗണ്ണ് വെച്ച് കൊല്ലാനും വളരെ എളുപ്പമാണ് കേട്ടോ. എന്തുവാ ഈ ഗണ്ണിന് ഇങ്ങനെ? പേടിക്കണ്ട. ഇതാണ് ഗോൾഡൻ കപ്പ്. 6 പേര് സർവൈവ് ചെയ്തിട്ടുണ്ട്. ഈ ബുയ നമുക്ക് വരാൻ പറ്റുമെന്നാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. ഓ ശരി പൊന്നി, ഞാൻ റൊട്ടേറ്റ് അടിച്ചുകൊണ്ടിരുന്നാൽ കുഴപ്പമില്ലല്ലോ. ഇവിടെ കിടക്കാൻ കഴിച്ചു, കിടന്ന് ക്യാമ്പ് ചെയ്യാം. അതാകുമ്പോൾ ഒരുത്തനും അറിയില്ലേ നമ്മളിവിടെ കിടപ്പുണ്ടെന്ന്. ഒരുത്തനും അറിയില്ല. നമുക്ക് ഇങ്ങോട്ടേക്ക് കിടക്കുവാണെങ്കിൽ പട്ടിക്കുഞ്ഞൂലും അറിയില്ല. അതുകൊണ്ട് നമുക്ക് ഇവിടെ കിടക്കാം. പക്ഷെ എൻ്റെ പോനെ സോൺ എത്ര എത്തി. ഞാൻ അവിടെയാണ്, മറ്റിടത്താണ്. പക്ഷെ ആ സോണിൻ്റെ അകത്ത് നമ്മൾ കയറി കൊടുക്കാൻ പാടില്ല ഗൈസ്. മേ ബി 60-50 ഒക്കെ ആയിരിക്കും തന്നെ. തിരിച്ചിറങ്ങിയാലും അങ്ങനെ തന്നെ ആയിരിക്കും. അങ്ങനെ വല്ല പരിപാടി ഉണ്ടെങ്കിൽ തീർന്നു. നമുക്ക് ലൂട്ടും മറ്റ് സാധനങ്ങളൊക്കെ വേണം. നമുക്ക് മാക്സിമം സർവൈവ് ചെയ്തും ക്യാമ്പ് ചെയ്തും ഒക്കെ നിൽക്കാനുള്ളതല്ലേ. 5 പേരായി. കിടക്ക. ഇപ്പം 4 പേരായിട്ടോ. 4 പേരായേ. 4 പേര് 3 പേരായി. സുമാരിത് എവിടെ അടി നടക്കണം? അവിടെയാണോ? എവിടെയാണെന്ന് അറിയില്ല. അതാണ് അല്ല ഇത്ര പെട്ടെന്ന് ആൾക്കാർ ചാവുന്നുണ്ടല്ലോ. സോൺ ചെറുതാവുന്നതുകൊണ്ടാണോ?
5 കില്ലും കാര്യം നമ്മൾ എടുത്തിട്ടുണ്ട്. ഇവിടെ ഒന്നും ഒറ്റ ഒരു കുഞ്ഞിനെ കാണാനില്ലേ? Blazing showdown. The final champions bout to be crowned. സ്പെക്ട് ചെയ്തിട്ടുണ്ട്. അത് തീർന്നു ഇതേ സോൺ തന്നെ. അയ്യോ സായിപ്പൂപ്പിയാണോ ഇനി? ഇത് അവിടെ ഇപ്പം ഉണ്ടല്ലോ. ഇത് ലാസ്റ്റ് സോൺ ആയിരിക്കും. അവിടെയാണോ ഇനി എനിമി? ഇല്ല, ഇതല്ല ലാസ്റ്റ് സോൺ. ലാസ്റ്റ് സോൺ വേറെയാ. രണ്ടാമത്തെ സ്ഥാനത്താണ് ഞാൻ. അവനെ എനിക്ക് കൊല്ലാൻ പറ്റുമെന്നാണ് സംശയം. അതൊന്നും അല്ല ഗൈസ്. ഇവിടെ ഒരു ഗ്ലൂവോൾ കിടപ്പുണ്ട്. സോൺ ചെറുതാകുമ്പോൾ നമുക്ക് നോക്കാം ഗൈസ്. ദഹിക്കണം ഇപ്പോഴത്തെ വീഡിയോ നമ്മൾ വായിച്ചിട്ടുണ്ട്. ഒത്തിരി ഉള്ള അടുത്തൊരു വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും ബൈ.